ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാലക്കാട് ഡിവിഷന് എന്നും അവഗണനയുടെ കഥകളാണ് പറയാനുള്ളത്. പുതിയ ഡിവിഷണൽ മാനേജർ ചുമതലയേറ്റതോടെ ഈ അവഗണനയ്ക്ക് അറുതിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. TP വധക്കേസ് CBIക്ക് വിടുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ലെന്ന് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KK രമയെ നിരാഹാര സമരത്തിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നെന്നും മന്ത്രി. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ ലൈൻ വൈദ്യുതീകരണ ജോലികൾ മാർച്ചോടെ പൂർത്തിയാക്കുമെന്ന് സദേൺ റെയിൽവേ അധികൃതർ. കലാമൂല്യമുള്ള സിനിമകളെ KSFDC അവഗണിക്കുകയാണെന്ന് ചായില്യം സംവിധായകൻ മനോജ് ഖാന. വാർത്തകൾ വിശദമായി. TP കേസ് CBIക്ക് വിടുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിയമ തടസ്സമുണ്ടെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി കോഴിക്കോട്ട് പറഞ്ഞു. അന്വേഷണം പ്രഖ്യാപിക്കാത്തത് ദൗർഭാഗ്യകരമായി. KK രമയെ നിരാഹാര സമരത്തിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. KK രമ അത്തരമൊരു നിരാഹാര സമരത്തിലേക്ക് അവരെ വലിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. ആ പ്രശ്നം വളരെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ആ കേസ് CBIക്ക് വിടണമെന്ന എന്റെ പഴയ ആവശ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഗവൺമെന്റ് എന്തിനാണ് കാലവിളംബം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ ലൈൻ വൈദ്യുതീകരണ ജോലികൾ ഈ വർഷം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് സദേൺ റെയിൽവേ അധികൃതർ. നിലമ്പൂർ നഞ്ചൻകൂട് പാത സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചെന്നും കൂടുതൽ നടപടികൾ കാത്തിരിക്കുകയാണെന്നും ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ ആനന്ദ് പ്രകാശ് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ ഡിവിഷണൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള ഡിവിഷണൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗമാണ് തിങ്കളാഴ്ച കോഴിക്കോട് നടന്നത്. വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ റെയിൽവേ ഉന്നതാധികാരികളും ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും മറ്റും പങ്കെടുത്തു. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ ലൈൻ വൈദ്യുതീകരണ ജോലികൾ ഈ വർഷം മാർച്ചോടെ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ആനന്ദ് പ്രകാശ് യോഗത്തെ അറിയിച്ചു. ഇതോടൊപ്പം ഷൊർണൂർ നിലമ്പൂർ ലൈനിലെ വൈദ്യുതീകരണ ജോലികളും പൂർത്തിയാക്കും. നിലമ്പൂരിൽ പ്രത്യേക പാസഞ്ചർ റിസർവേഷൻ സംവിധാനം നവീകരണ ജോലികൾക്ക് ശേഷം ആരംഭിക്കാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും MI ഷാനവാസ് MPയെ റെയിൽവേ അധികൃതർ അറിയിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോം കൂടി നിർമ്മിക്കുന്ന കാര്യം പരിഗണനയിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിൽ പുതിയ മൂത്രപ്പുര നിർമ്മിക്കുന്ന കാര്യം പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. ലേഡീസ് കോച്ചുകൾ ട്രെയിനുകളുടെ മധ്യഭാഗത്തേക്ക് മാറ്റണമെന്ന പൊതുവായ ആവശ്യമുണ്ടെങ്കിൽ ഇക്കാര്യം പരിഗണിക്കാമെന്നും നോർത്ത് മലബാർ റെയിൽ യൂസേഴ്സ് ഫോറം ഭാരവാഹികളെ റെയിൽവേ അധികൃതർ അറിയിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയ വിപുലീകരിക്കുന്നതിനുള്ള പ്രവൃത്തികൾക്ക് അനുമതിയായിട്ടുണ്ട്. കണ്ണൂരിൽ പ്ലാറ്റ്ഫോം നമ്പർ 2ലും 3ലും ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്ന കാര്യവും അനധികൃതമായി പ്രവർത്തിക്കുന്ന മിൽമ ബൂത്തും സ്റ്റേഷനറി കടയും ഒഴിവാക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും K സുധാകരൻ MPയെ റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേയിൽ പുതുതായി കാറ്ററിംഗ് ലൈസൻസ് നേടിയവർ ഉടൻ ചുമതല ഏറ്റെടുക്കും. പാലക്കാട് സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടർ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റുന്ന ജോലികൾ വൈകാതെ ആരംഭിക്കും. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ നീട്ടുന്ന കാര്യം പുരോഗമിക്കുകയാണെന്നും MP രാജേഷ് MPയെ റെയിൽവേ അധികൃതർ അറിയിച്ചു. സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ ആനന്ദ് പ്രകാശിനെ കൂടാതെ അഡീഷണൽ മാനേജർ മോഹൻ A മേനോൻ, ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ PA ധനഞ്ജയൻ തുടങ്ങിയവരും വിവിധ സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ശക്തിയാർജിച്ച ഇന്ത്യയെ വാർത്തെടുക്കാനും നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്താനും സാധിക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചത്.
ശക്തിയാർന്ന ഒരു ഇന്ത്യയെ വാർത്തെടുക്കുവാനും നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്തുവാനും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എന്നാൽ സ്വാതന്ത്ര്യത്തിനുശേഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിപ്ലവം പൂർത്തിയാക്കാൻ പോകുന്നു. അത് വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളായിരിക്കും. ആ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അവർ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AHSTA സംസ്ഥാന പ്രസിഡന്റ് ടി പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി K പ്രവീൺകുമാർ, ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി, AHSTA ജനറൽ സെക്രട്ടറി B മോഹൻകുമാർ, സംസ്ഥാന സെക്രട്ടറി PV ജേക്കബ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R അബ്ദുള്ള ഷാ, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, K അനിൽകുമാർ, ജോസ് ജോൺ, B മോഹൻകുമാർ, KM മനോജ് കുമാർ, അച്യുതൻ പുതിയടത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾക്കായുള്ള സമഗ്ര പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 3ാം വർഷത്തെ പദ്ധതിയും നിലവിലുള്ള ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷമുള്ള 4ാം വർഷ പദ്ധതിയുമാണ് 2014-15 വർഷത്തിൽ നടക്കുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഗവേഷണ ബുദ്ധിയോടുകൂടി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ജില്ലയായി കോഴിക്കോടിനെ മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി വികസന സെമിനാറിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പറഞ്ഞു. 240 ഗ്രാമീണ റോഡുകൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉൽപാദന മേഖലയുടെ വളർച്ചയും സേവന മേഖലയുടെ നിലവാരം ഉയർത്തലും പശ്ചാത്തല മേഖലയുടെ വികസനവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് 2014-15, 2015-16 വർഷങ്ങളിലെ നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾക്കായുള്ള സമഗ്ര പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് MP ആവശ്യപ്പെട്ടു. തമിഴ്നാടും ആന്ധ്രാപ്രദേശും വിചാരിച്ചാൽ പട്ടിണിക്കിടാവുന്ന സംസ്ഥാനമാണ് കേരളം. വ്യത്യസ്ത മേഖലകളിലൂടെയുള്ള ഉൽപാദനക്ഷമതയ്ക്ക് പ്രായോഗിക സാധ്യതകൾ ചർച്ച ചെയ്യണമെന്നും MP കൂട്ടിച്ചേർത്തു. സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി സ്ഥാപന മികവിന് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തിന്റെ മുക്ത വിദ്യാരത്നം അവാർഡ് നേടിയ ഡോക്ടർ N ശ്രീകുമാറിനെയും രാഷ്ട്രീയ ഏകതാ അവാർഡ് നേടിയ പ്രൊഫസർ K ശ്രീധരൻ മാസ്റ്ററെയും അനുമോദിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK തങ്കമണി കരട് പദ്ധതി അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് മാസ്റ്റർ, KP ഷീബ, നജ്മ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുറഹ്മാൻ എക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി സ്വന്തമായി സ്ഥലമുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് വെച്ച് നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു മാറാട് സ്പർശം പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപേക്ഷിക്കുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി K ബാബു പറഞ്ഞു. മാറാട് സ്പർശം പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുന്നുണ്ട്. മാറാട് പ്രദേശത്തെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ 254 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പദ്ധതിക്ക് ആവുമെങ്കിലും 64 പേരാണ് അപേക്ഷ നൽകിയത്. വീടോ സ്ഥലമോ ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ സ്ഥലം നൽകിയാൽ അവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. സ്പർശം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സിവിൽ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. രമേശ് നമ്പ്യത്ത്, K ബാലരാമൻ, അബ്ദുൾ ജബ്ബാർ, KS ഭീഷ്മർ, M പത്മനാഭൻ, അരേ സമാജം സെക്രട്ടറി T മുരുകേഷ്, മാറാട് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ കരീം, കൌൺസിലർ പൊന്നത്ത് ദേവരാജൻ, മറിയം ഹസീന എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനായി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഠനോത്സവത്തിന് തുടക്കമായി. 10ാം ക്ലാസ് വിജയശതമാനം ഉയർത്താനായി ആവിഷ്കരിച്ച വിജയോത്സവത്തിന്റെ തുടർച്ചയായാണ് പഠനോത്സവം നടപ്പിലാക്കുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഠനോത്സവത്തിനാണ് കോഴിക്കോട്ട് തുടക്കമായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വിജയശതമാനം ഉയർത്തുന്നതിനായി ആവിഷ്കരിച്ച വിജയോത്സവത്തിന്റെ തുടർച്ചയായാണ് പഠനോത്സവം നടപ്പിലാക്കുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന SSLC വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു.
നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും A+ തന്നെ നിങ്ങൾക്ക് വാങ്ങുവാൻ വേണ്ടി കഴിയും. ജില്ലാ പഞ്ചായത്തിന്റെ വലിയ പ്രോജക്റ്റാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരുപാട് അധ്യാപകർ, ശിവദാസ് മാഷും ബാലേന്ദ്ര മാഷും വാസു മാഷും എല്ലാം തന്നെ ഇതിന് അവരുടെ സമയം ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചെലവഴിക്കുന്നത്. വിവിധ സ്കൂളുകളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പുകളും നടത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം കാവിൽ പി മാധവൻ പഠനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ ബാലചന്ദ്രൻ മാസ്റ്റർ, ശിവദാസൻ പാറച്ചൂട്ടിൽ, പി ഷറഫുനീസ് ടീച്ചർ, KP ഷീബ തുടങ്ങിയവരും സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി Hi. ഹായ്. Hi. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്രയ്ക്ക് സമാപനം. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് ജനങ്ങൾക്കായി പോരാടിയിരുന്ന CPM അജണ്ടകൾ മാറിപ്പോയതുകൊണ്ടാണ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. MK രാഘവൻ MP നയിച്ച വികസന സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് CPM അകന്നു പോവുകയാണ്. വ്യക്തിവിദ്വേഷം തീർക്കാനും പ്രതികാരം ചെയ്യാനുമാണ് അവർക്ക് താല്പര്യം. സങ്കുചിത താല്പര്യങ്ങളുടെ തടവറയിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയതു മുതലാണ് CPM അടിക്കടി പരാജയപ്പെടാൻ തുടങ്ങിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൂന്നാമതൊരു കക്ഷിക്ക് സാധ്യതയില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് എല്ലാ കക്ഷികളും തിരിച്ചറിയുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു കാലത്ത് ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അജണ്ട മാറി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ അധ്യക്ഷം വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, മന്ത്രിമാരായ K ബാബു, MK മുനീർ, SJD സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ, DCC പ്രസിഡന്റ് KC അബു, PKK ബാവ, തലേക്കുന്നിൽ ബഷീർ, CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. MK രാഘവൻ MP ആമുഖ പ്രഭാഷണം നടത്തി. T സിദ്ദിഖ്, M കമലം, മുൻ MLA TPM സാഹിർ, MC മായൻ ഹാജി, C മോയിൻകുട്ടി MLA, C ഉമർ മാസ്റ്റർ MLA, PV ഗംഗാധരൻ, PT ജോസ്, MT പത്മ, MA റസാഖ് മാസ്റ്റർ, അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവർ സംബന്ധിച്ചു. പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖത്ത് 12,16,00,000 രൂപ ചെലവിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു നിർവഹിച്ചു. AK ശശീന്ദ്രൻ MLA പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖത്തിന്റെ നവീകരണത്തിന് 38 കോടിയുടെ പദ്ധതിക്ക് രൂപരേഖ തയ്യാറായതായി ഫിഷറീസ് തുറമുഖ മന്ത്രി K ബാബു പറഞ്ഞു. പൂനെയിലെ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ തുറമുഖത്തിന്റെ നിലവിലുള്ള വൈകല്യങ്ങളും പോരായ്മകളും പഠിച്ച ശേഷമാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇത് ഉടൻ കേന്ദ്ര സർക്കാർ സമർപ്പിക്കും. പുതിയാപ്പ ഹാർബറിലെ മണ്ണെടുക്കൽ പ്രവൃത്തിയുടെയും ദേശീയ മത്സ്യവികസന ബോർഡ് ആഭിമുഖ്യത്തിലുള്ള നവീകരണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനവും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഓഫീസ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂരിൽ 43 ലക്ഷം രൂപയുടെയും ചോമ്പാലിൽ 4.1 കോടി രൂപയുടെയും മണ്ണെടുക്കൽ ജോലി ആരംഭിച്ചിട്ടുണ്ട്. ബജറ്റിൽ ബേപ്പൂർ തുറമുഖത്തിന് പണം നൽകിയില്ല എന്ന പരാതി ശരിയല്ല. ബേപ്പൂർ തുറമുഖ വികസനത്തിന് 3 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 6 കോടിയുടെ മണ്ണെടുക്കൽ അവിടെ നടത്തും. 60 ലക്ഷം രൂപ ചിലവിൽ അഗ്നിശമന സൗകര്യമടക്കം മറ്റ് നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കും. ബേപ്പൂരിലെ ക്രെയിനുകൾ മാറ്റിവെക്കാനും നടപടിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. AK ശശീന്ദ്രൻ MLA അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജം, MK രാഘവൻ MP, ജില്ലാ കളക്ടർ CA ലത, VK മോഹൻദാസ്, CM സുനിൽകുമാർ, TK സൗദാബി, KC അബു, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BTV കൃഷ്ണൻ, ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ P ലത എന്നിവർ സംസാരിച്ചു.
കാർഷിക വിളകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ പ്ലാന്റേഷൻ കോർപ്പറേഷന് കഴിയണമെന്ന് മന്ത്രി കെ.പി. മോഹനൻ 6 കോടി രൂപ ചെലവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന് വെസ്റ്റ് ഹില്ലിൽ നിർമ്മിക്കുന്ന റീജിയണൽ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 കോടി രൂപ ചെലവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന് വെസ്റ്റ് ഹില്ലിൽ നിർമ്മിക്കുന്ന റീജിയണൽ ഓഫീസിന്റെ ശിലാസ്ഥാപനം കൃഷിവകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ നിർവഹിച്ചു. 11 നിലകളിലായി ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസും ഉൾക്കൊള്ളുന്ന വിപുലമായ സൗകര്യമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1.5 വർഷം കൊണ്ട് 6 നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. കാർഷിക വിളകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ പ്ലാന്റേഷൻ കോർപ്പറേഷന് കഴിയണമെന്ന് മന്ത്രി കെ.പി. മോഹനൻ പറഞ്ഞു. മികച്ച ഉൽപ്പാദനം കൈവരിച്ച റബ്ബർ എസ്റ്റേറ്റുകൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൊടുമൺ എസ്റ്റേറ്റ്, കല്ലാല എസ്റ്റേറ്റ് എന്നിവർക്ക് അവാർഡ് ലഭിച്ചു. എ. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ വർഗീസ് ജോർജ്, മാനേജിംഗ് ഡയറക്ടർ എ. ഉണ്ണികൃഷ്ണൻ, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വഞ്ചനയുടെയും അവഗണനയുടെയും അങ്ങേത്തലയാണ് ചായില്യം എന്ന സിനിമയോട് KSFDCയും തിയേറ്റർ ഉടമകളും കാണിച്ചതെന്ന് അണിയറ പ്രവർത്തകർ. കോടികളുടെയും ലക്ഷങ്ങളുടെയും മുതൽ മുടക്കില്ലാതെ പൂർത്തിയാക്കുന്ന സിനിമകൾക്കും സംവിധായകർക്കും ചെറിയ പിന്തുണയെങ്കിലും KSFDC പോലുള്ള സ്ഥാപനങ്ങൾ നൽകണമെന്നും അവർ മുഖാമുഖത്തിൽ പറഞ്ഞു. വൻ മുതൽ മുടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മിക്കവരും ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് സംവിധായകൻ മനോജ് കാനയിൽ പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടപ്രയത്നത്തിലൂടെയാണ് സിനിമ പൂർത്തിയാക്കിയത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തന്നെ സിനിമയുടെ എല്ലാ പണികളും പൂർത്തിയാക്കിയെങ്കിലും സിനിമയുടെ പ്രദർശനത്തിന് KSFDCയുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയും ഉണ്ടായില്ല. സഹായിച്ചില്ലെന്നു മാത്രമല്ല, ചെറിയ സിനിമകളെയും സംവിധായകരെയും തീർത്തും അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് KSFDC പോലുള്ള സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമകൾ തിയേറ്ററിൽ ഒരാഴ്ചയെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള സഹായങ്ങൾ സർക്കാർ തലത്തിൽ നടത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖത്തിൽ സംവിധായകൻ മനോജ് കാനയിൽ, നടൻ ജിജോയ്, നടിമാരായ അനുമോൾ, LC സുകുമാരൻ, നിർമ്മാതാവ് പ്രിയേഷ് എന്നിവരും പങ്കെടുത്തു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി A.V. ഷെറിൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കമാൽ ബർദൂർ അധ്യക്ഷനായിരുന്നു. ഫെബ്രുവരി 9 മുതൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സർവോദയ മേളയോടനുബന്ധിച്ച് ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. റിബേറ്റ് ഉദ്ഘാടനം കോഴിക്കോട് ഗാന്ധി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോർപ്പറേഷൻ കൌൺസിലർ P. കിഷൻചന്ദ് നിർവഹിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്തരിച്ചിട്ട് ജനുവരി 30-ന് 66 വർഷം തികഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രത്യാശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നീള നദിയുടെ തീരത്ത് സർവോദയ മേള നടത്തിവരുന്നുണ്ട്. ഈ വർഷത്തെ മേള ഫെബ്രുവരി 9 മുതൽ 4 ദിവസങ്ങളിലായി നടക്കും. മേളയോടനുബന്ധിച്ച് ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് ഖാദി ഗ്രാം എംപോറിയത്തിൽ നടന്ന റിബേറ്റിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ P. കിഷൻചന്ദ് നിർവഹിച്ചു. സർവോദയ സംഘം പ്രസിഡന്റ് P. ഹരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ M. പരമേശ്വരൻ, പ്രദീപം മുഖ്യപത്രാധിപർ ഡോക്ടർ A.V. പ്രകാശ്, ജില്ലാ ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് T.K.A. അസീസ്, ഗാന്ധിയൻ പഠന കേന്ദ്രം ചെയർമാൻ ബേപ്പൂർ രാധാകൃഷ്ണൻ, M.K. അനന്തരാമൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ് കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിന് സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സമകാലിക ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാറിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം ഡോക്ടർ D.K. ബാബു അധ്യക്ഷത വഹിച്ചു. സ്വാശ്രയത്വം, ജനാധിപത്യം, മതനിരപേക്ഷത, സത്യസന്ധത, മാനവികത തുടങ്ങിയ മഹാത്മജിയുടെ ദർശനങ്ങൾക്ക് മൂല്യമേറി വരികയാണ്.
ജനാധിപത്യത്തിന്റെയും ശാസ്ത്ര സംസ്കാരത്തിന്റെയും അന്തസത്ത ഉൾക്കൊണ്ടും ജനങ്ങളിൽ ശുഭാപ്തി വിശ്വാസം പ്രസരിപ്പിച്ചും മാത്രമേ കേരളത്തെ തിരിച്ചുപിടിക്കാനാവൂ. ഈ സാഹചര്യത്തിലാണ് സമകാലിക ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെമിനാർ സംഘടിപ്പിച്ചത്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാറിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം ഡോക്ടർ DK ബാബു അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PK രവീന്ദ്രൻ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര, അഡ്വക്കേറ്റ് I മൂസ തുടങ്ങിയവർ വിഷയത്തിൽ ക്ലാസുകളെടുത്തു. KP വിനോദ് കുമാർ, ഭരതൻ പള്ളിപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവങ്ങൂരും വേങ്ങരയിലും മാംസ ഉൽപ്പന്നങ്ങളടക്കം ലഭ്യമാക്കുന്ന കൃഷിമാളുകൾ ആരംഭിക്കാൻ നടപടികൾ തുടങ്ങിയതായി കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ. വേങ്ങരി തടമ്പാട്ട് താഴത്തെ നഗര കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ കാർഷികോൽപ്പന്ന സംരംഭകർക്കുള്ള കോൾഡ് സ്റ്റോറേജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനയറ, കാക്കനാട്, നെടുമങ്ങാട് തുടങ്ങി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 6 അഗ്രികൾച്ചറൽ മാളുകളുടെ ഭാഗമായാണ് കോഴിക്കോട് മാൾ സ്ഥാപിക്കുന്നത്. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 19 കോടി രൂപ ചെലവിൽ കോഴിക്കോട് സ്ഥാപിക്കുന്ന മാളിന്റെ രൂപകൽപ്പന തയ്യാറാക്കി വരികയാണ്. കോഴിക്കോട് സ്ഥാപിച്ച ശീതീകരണ യന്ത്രത്തിന്റെ നടത്തിപ്പിനെപ്പറ്റി തീരുമാനിക്കാൻ കലക്ടറേറ്റിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും. പുതിയ കോൾഡ് സ്റ്റോറേജിൽ പഴം, പച്ചക്കറി എന്നിവ സംഭരിക്കുന്നതോടെ അധികമുള്ള ഉൽപ്പന്നങ്ങൾ നശിക്കുന്ന ഇന്നത്തെ സ്ഥിതി അവസാനിപ്പിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ അനുവദിച്ച ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ചെലവിട്ടാണ് 55-65 ടൺ സംഭരണശേഷിയുള്ള കോൾഡ് സ്റ്റോറേജ് സ്ഥാപിച്ചത്. ജില്ലയിൽ സർക്കാർ മേഖലയിൽ ആദ്യ കോൾഡ് സ്റ്റോറേജാണിത്. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജ മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഡയറക്ടർ BJ ജയകുമാർ പദ്ധതി വിശദീകരിച്ചു. O സദാശിവൻ, K മോഹനൻ, മനേത്ത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ CA ലത സ്വാഗതം പറഞ്ഞു. ഫറോക്ക് കരുവൻതുരുത്തി റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് സുരക്ഷാ കമാനം വാഹനമിടിച്ചു തകർന്നതിനാൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകളോളം തടസ്സപ്പെട്ട ഗതാഗതം ഫറോക്ക് പോലീസും മീഞ്ചന്ത ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുനഃസ്ഥാപിക്കുകയായിരുന്നു. പാലത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളോ റിഫ്ലക്ടർ ലൈറ്റുകളോ വയ്ക്കാത്തതാണ് വാഹനങ്ങൾ ഇടിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഫറോക്ക് കരുവന്തിരുത്തി റോഡിലെ റെയിൽ അടിപ്പാതയുടെ സുരക്ഷാ കവചം ലോറി ഇടിച്ച് തകർന്നു. ശനിയാഴ്ച രാത്രി തകർന്ന സുരക്ഷാ കവചം ഞായറാഴ്ച ഉച്ചവരെ അപകട ഭീതി ഉയർത്തി തൂങ്ങി നിന്നു. ഉച്ചയോടെ റെയിൽവേ അധികൃതരെത്തിയെങ്കിലും അവർ കൈമലർത്തി. തുടർന്ന് നാട്ടുകാർ ക്രെയിനിന്റെ സഹായത്തോടെ തകർന്ന ഇരുമ്പ് ബീമുകൾ അഴിച്ചുമാറ്റിയാണ് ആശങ്ക അകറ്റിയത്. ഈ സമയം അത്രയും 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയി. സുരക്ഷാ കവചം സ്ഥാപിച്ചതിനു ശേഷം ഇത് 2ാം തവണയാണ് വാഹനമിടിച്ച് തകരുന്നത്. റെയിൽവേയാണ് അടിപ്പാതയുടെ സുരക്ഷയ്ക്കായി കവചം സ്ഥാപിച്ചത്. കാലാവധി കഴിഞ്ഞ മരുന്ന് വിറ്റിട്ടില്ലെന്ന് രാമനാട്ടുകര കെയർവെൽ ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിതരണക്കാർക്ക് തിരിച്ചേൽപ്പിക്കാൻ കെട്ടിവെച്ച കാലാവധി തീർന്ന മറ്റ് മരുന്നുകളാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഡ്രഗ്സ് വിഭാഗം കൊണ്ടുപോയതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 20 വർഷമായി പ്രമേഹ ബാധിതനായ വീരാൻകുട്ടി കാലിന് പഴുപ്പ് കൂടിയ നിലയിൽ കഴിഞ്ഞ 4 മാസമായി ചികിത്സ നടത്തി വരുന്നുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശരിയായി അനുസരിക്കാറില്ലെന്നും മറ്റെന്തോ വൈരാഗ്യം കാരണമാകാം പരാതിക്ക് പിന്നിലെന്നും അധികൃതർ പറഞ്ഞു. പരാതി നൽകിയവരുമായി ഒത്തുതീർപ്പിനില്ലെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിതരണക്കാർക്ക് തിരിച്ചേൽപ്പിക്കാൻ കെട്ടിവെച്ച കാലാവധി തീർന്ന മറ്റ് മരുന്നുകളാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഡ്രഗ്സ് വിഭാഗം കൊണ്ടുപോയതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ഡ്രാഗൺ കുങ്ഫു അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്രേഡിംഗ് ടെസ്റ്റും ഓൾ കേരള ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. മാത്തോട്ടത്ത് വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇൻസ്ട്രക്ടർ ഷാനവാസ് P നിർവഹിച്ചു. തുടർന്ന് മരക്കഷ്ണങ്ങൾ ശരീരത്തിൽ അടിച്ചു പൊട്ടിച്ചുകൊണ്ടുള്ള പ്രദർശന പ്രകടനം നടന്നു. വിവിധ ഇനങ്ങളിലായി 200-ലധികം ആൾക്കാർ പങ്കെടുത്തു. പരേതനായ ഗ്രാൻഡ് മാസ്റ്റർ റഷീദിന്റെ മകൻ ബഹറൂദിന് ചടങ്ങിൽ ബ്ലാക്ക് ബെൽറ്റും മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചീഫ് ഇൻസ്ട്രക്ടർ AP റജീസ് നിർവഹിച്ചു. മുസ്തഫ കാക്കഞ്ചേരി, വിനോദ് കുമാർ കാരപ്പറമ്പ്, ഭരത് നടുവട്ടം, ഫാറൂഖ് കിണാശ്ശേരി, ധ്യാൻ കൊണ്ടോട്ടി തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കേന്ദ്ര സർക്കാരിന്റെ സ്വാവലംബൻ പദ്ധതിയിലേക്ക് മാറ്റി പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാതൃകയിൽ മാറ്റാനും ക്ഷേമനിധി ബോർഡുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടയണമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ട് ജനതാ ട്രേഡ് യൂണിയൻ സെന്റർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് സെക്രട്ടറി EP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. JTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി V കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മനോഹരൻ, C മുഹസിൻ, K ബാലസുബ്രഹ്മണ്യൻ, അരങ്ങിൽ ഗോപിനാഥൻ, PK അരവിന്ദാക്ഷൻ, PK കബീർ, NK ബാലകൃഷ്ണൻ മാസ്റ്റർ, E രാജൻ എന്നിവർ സംസാരിച്ചു. സാമുദായിക സ്നേഹിയായ രാജശ്രീ അയ്യങ്കാളിയുടെ 9ാം വെങ്ങാനൂർ തീർത്ഥാടനവും പ്രജാസഭ കന്നിപ്രസംഗത്തിന്റെ 102ാം വാർഷികാഘോഷവും സംഗംവേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാറും
ചേരമർ ചരിത്രം പുസ്തക പ്രകാശന കർമ്മം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാറും നിർവഹിക്കുമെന്ന് തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ പറഞ്ഞു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ ഫ്യൂച്ചർ ഓഫ് സോഫ്റ്റ് പവേഴ്സ് എന്ന പരിപാടി നടത്തുന്നു. നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറച്ച് ധ്യാനത്തിലൂടെ പ്രവർത്തികളിൽ വിജയം കൈവരിക്കാൻ മാർഗനിർദ്ദേശം നൽകുകയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 4-ന് 5:30 മുതൽ 7:45 വരെ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന പരിപാടി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ കൈതവളപ്പ് വലിയകത്ത് വീട്ടിൽ പ്രജിതയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം CBI അന്വേഷിക്കണമെന്ന് പൗരസമാജം കേരള സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഫെബ്രുവരി 10-ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരങ്ങൾ ആരംഭിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി പറഞ്ഞു. മാത്തോട്ടം തുലാമുറ്റം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ M. സത്യൻ, ഡോക്ടർ സോന S. എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രസിഡന്റ് MI മുഹമ്മദ്, സെക്രട്ടറി KP വിജയൻ, PP ആഷിഖ്, K. ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. SSAയുടെയും URC സൌത്ത് കോഴിക്കോടിന്റെയും ആഭിമുഖ്യത്തിൽ ദ്വിദിന ഇംഗ്ലീഷ് തിയേറ്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണാട്ടിക്കുളം കച്ചേരിപ്പറമ്പ് AMLP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി എബ്രഹാം നിർവഹിച്ചു. PTA പ്രസിഡന്റ് M. മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. P. ഷാജി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. R. പ്രജിൻകുമാർ, P. മുഹമ്മദ്, ഇല്യാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അഫിലിയേറ്റ് ചെയ്ത ചെറുവണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം ചെറുവണ്ണൂർ സൂര്യ ഗാലക്സിയിൽ ചേർന്നു. VVES സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. AP മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ATC അഷ്റഫ്, ജില്ലാ സെക്രട്ടറിമാരായ ഷാഹുൽ ഹമീദ്, സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് അശോകൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് KB യൂസഫ് അലി, ഹനീഫ, രാജൻ, അജയൻ എന്നിവർ സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളായി കുമ്മായി പ്രേമൻ പ്രസിഡന്റ്, C. മുഹമ്മദ് കോയ ജനറൽ സെക്രട്ടറി, PB സദാശിവൻ ട്രഷറർ, MS ഹാസിഫ്, P. രവീന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ അക്യുപങ്ചർ ചികിത്സാ ക്യാമ്പ് നടത്തി. ചെറുവണ്ണൂർ പത്മനാഭ ഹാളിൽ നടന്ന പരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് ചെയർമാൻ KM ബഷീർ ഉദ്ഘാടനം ചെയ്തു. അക്യുപങ്ചർ ഫിസിയോതെറാപ്പിസ്റ്റ് അബ്ദുൾ റസാഖ് രോഗങ്ങൾ ഭേദമാക്കാൻ മരുന്നില്ലാത്ത ചികിത്സാ രീതിയെക്കുറിച്ച് പഠന ക്ലാസ് എടുത്തു. ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് PP ആസീസ് അധ്യക്ഷനായിരുന്നു. ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി SP റഷീദ്, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർമാരായ ശ്രീജ ഹരീഷ്, ഗിരിജ ഹരിദാസ്, CCT ഉപദേശക സമിതി അംഗം KM മൊയ്തീൻ കോയ, CCT ട്രഷറർ TP നൌഷാദ് എന്നിവർ സംസാരിച്ചു. ചെറുവണ്ണൂർ സ്രാമ്പ്യ ഏരിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സ്രാമ്പ്യ മേച്ചന്നൂർ കോംപ്ലക്സിൽ ജനകീയ അദാലത്ത് നടന്നു. ജനകീയ അദാലത്തിൽ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം, രക്തനിർണയ ക്യാമ്പ്, ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ എന്നിവ ഉൾക്കൊള്ളിച്ച പരിപാടി മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറും MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. നഫീസ് K അധ്യക്ഷം വഹിച്ചു. MP സക്കീർ, ചെറുവണ്ണൂർ നല്ലളം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞാമുട്ടി, K അബ്ദുൽ ഖാദർ, സഹീർ നല്ലളം, A അഹമ്മദ് കോയ, VP ഇബ്രാഹിം, E അബ്ദുൾ സമദ്, K അബ്ദുൾ റഷീദ്, K നബീൽ, PV മുഹമ്മദ് നിഷാബ്, മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർജൻസ് ഫോർ സ്ലിപ്പ് അപ്നോമയുടെ രണ്ടാമത്തെ നാഷണൽ കോൺഫറൻസ് ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ കടവ് റിസോർട്ടിലും ഡോക്ടർ മനോജ് ENT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും വെച്ച് നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കോൺഫറൻസിൽ ഉറക്കത്തെക്കുറിച്ചും കൂർക്കംവലി അപകടകരമാകുന്ന അവസ്ഥയെക്കുറിച്ചും ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചർച്ചകളും സർജിക്കൽ വർക്ക്ഷോപ്പും അക്കാഡമിക് സെഷനും ചോദ്യോത്തര വേളകളും ഉണ്ടാകുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP വധക്കേസ് CBIക്ക് വിടുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ലെന്ന് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KK രമയെ നിരാഹാര സമരത്തിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നെന്നും മന്ത്രി. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ ലൈൻ വൈദ്യുതീകരണ ജോലികൾ മാർച്ചോടെ പൂർത്തിയാക്കുമെന്ന് സദേൺ റെയിൽവേ അധികൃതർ. കലാമൂല്യമുള്ള സിനിമകളെ KSFDC അവഗണിക്കുകയാണെന്ന് ചായില്യം സംവിധായകൻ മനോജ് ഖാന. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.